വെൽക്കം ടു Zahrabanu കുക്കിംഗ് ആൻഡ് ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു ഡ്രിങ്ക് തയ്യാറാക്കാം. ഇത് വളരെ ഹെൽത്തിയാണ്, പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്ത്. അപ്പോൾ എല്ലാ വീട്ടിലും എല്ലാവരും ഈ കോവിഡിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ ഡ്രിങ്ക് ഒന്ന് തയ്യാറാക്കണം. ഇത് ദിവസം 1-2 ഗ്ലാസ് കുടിക്കുക തന്നെ വേണം. നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വളരെയധികം യൂസ്ഫുള്ളാണ് ഈ ഒരു ഡ്രിങ്ക്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പി നോക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് തിളപ്പിക്കാൻ വെച്ചതാണ്. ഇത് ഞാനൊരു 5 പേർക്ക് ആവശ്യമുള്ള വെള്ളമാണ്. ഒരു 10 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. ഇതിലേക്ക് തിളക്കുന്നതിന് മുമ്പായിട്ട് കരിഞ്ജീരകം ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ മതി. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ജസ്റ്റ് ഒന്ന് തിളക്കാനാവുമ്പോൾ നോക്കിയാൽ മതി. അപ്പോൾ അത് ഏകദേശം ഒരു തിള വന്ന് തുടങ്ങി. ഇനി ഇതിലേക്ക് മറ്റ് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ഒരു 3/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചിടണം. എന്നിട്ട് വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ നല്ല വെട്ടി തിളക്കുന്നുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് 1 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇത് ചേർത്ത ഉടനെ ഒരു 2 സെക്കൻഡ് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. നാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം വല്ലാതെ തിളപ്പിക്കരുത്. ജസ്റ്റ് 2 സെക്കൻഡ് ഒന്ന് തിളച്ചാൽ മതി. ഇതാണ് നമ്മുടെ കോവിഡിനെ പ്രതിരോധിക്കാൻ അത്യുത്തമമായിട്ടുള്ളൊരു ഡ്രിങ്ക്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇതിലുള്ള ചേരുവകളെല്ലാം നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് എത്രത്തോളം എഫക്റ്റീവാണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി എത്രത്തോളം വർദ്ധിപ്പിക്കുന്നു എന്ന്. ഇതാണ് നമ്മുടെ ഡ്രിങ്ക്. ഇതെല്ലാവരും ഒരു ദിവസം 2 ഗ്ലാസ്സെങ്കിലും കുടിക്കണം. താങ്ക് യു.